അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ പറഞ്ഞല്ലോ, ഈ പുസ്തകത്തിൽ നമ്മൾ ജുംല ഇസ്മിയാണ് പ്രധാനമായിട്ട് പഠിക്കുക. അപ്പോൾ ജുംല ഇസ്മിയ കിട്ടിയാൽ ആ സെൻറ്റൻസിൽ രണ്ട് വിഷയങ്ങൾ നോക്കണം. ഒന്ന് മുബ്തദഉൻ ഏതാണെന്നും മറ്റേത് ഖബർ ഏതാണെന്നും. മുബ്തദഉൻ ഏതാണെന്നും ഖബർ ഏതാണെന്നും. നമ്മളിങ്ങനെ ഈ പദങ്ങളൊക്കെ കേൾക്കുമ്പം ഇങ്ങനെ പ്രയാസപ്പെടേണ്ട ആവശ്യമില്ല. കാരണം ഇതൊക്കെ ആവർത്തിച്ച് പറയും ഇൻഷാ അല്ലാഹ്. അങ്ങനെ ആവർത്തിച്ച് പറഞ്ഞ് നമ്മളിത് പഠിക്കും ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് ഇങ്ങനത്തെ പദങ്ങളൊന്നും കേൾക്കുമ്പോൾ പ്രയാസപ്പെടേണ്ടതില്ല. അപ്പോൾ ഒരു ജുംല ഇസ്മിയ നമുക്ക് കിട്ടിയാൽ അതിൽ പ്രധാനമായിട്ട് നോക്കേണ്ടത് മുബ്തദഉൻ ഏതാണെന്നും ഖബർ ഏതാണെന്നുമാണ്. മുബ്തദഉൻ എന്ന് പറഞ്ഞാൽ ആ സെൻറ്റൻസ് ആരംഭിക്കുന്ന ഇസ്മാണ് മുബ്തദഉൻ. ഏത് ഇസ്മിനെ കൊണ്ടാണോ സെൻറ്റൻസ് ആരംഭിക്കുന്നത് അതാണ് മുബ്തദഉൻ. ഉദാഹരണമായിട്ട് ഹാദാ കിതാബുൻ. അപ്പോൾ ഈ സെൻറ്റൻസ് തുടങ്ങുന്നത് ഇസ്മ കൊണ്ടാണ്, ഹാദ. അപ്പോൾ ഇത് ജുംല ഫീലിയ അല്ല, ജുംല ഇസ്മിയാണ്. അപ്പോൾ ഹാദ കൊണ്ട് തുടങ്ങി. അപ്പോൾ ഹാദ എന്ന ഇസ്മ കൊണ്ട് തുടങ്ങിയുകൊണ്ട് ഈ ഹാദയാണ് ഈ സെൻറ്റൻസിൽ മുബ്തദഉൻ. ഈ ഹാദയാണ് ഈ സെൻറ്റൻസിൽ മുബ്തദഉൻ. അതിനെക്കൊണ്ട് കിട്ടുന്ന വാർത്ത എന്താണ്? ഇത് എന്താണ്? പുസ്തകമാണ്. ഇതൊരു പുസ്തകമാണ്. അപ്പോൾ ഹാദ എന്താണ് ഇവിടെ? അതിനെക്കൊണ്ട് കിട്ടുന്ന വാർത്ത എന്താണ്? ഇത് പുസ്തകമാണ്. അപ്പോൾ പുസ്തകമാണ് ഇവിടെ ഖബർ. പുസ്തകമാണ് ഇവിടെ ഖബർ. അപ്പോൾ ഏതൊരു ജുംല ഇസ്മിയ കിട്ടിയാലും, ഒരു പൂർണ്ണ സെൻറ്റൻസ് ജുംല മുഫീദയിലെ ജുംല ഇസ്മിയ കിട്ടിയാൽ രണ്ട് കാര്യങ്ങൾ നമ്മൾ നിർബന്ധമായിട്ട് നോക്കണം. അതിൽ മുബ്തദ ഏത്, തുടങ്ങുന്ന ഇസ്മ ഏത്, അതിനെക്കൊണ്ട് കിട്ടുന്ന വാർത്ത ഏത്, ഖബർ ഏത്. ഇത് രണ്ടുമാണ് ഒരു ജുംല ഇസ്മിയയിൽ നമ്മൾ നോക്കേണ്ടത്. ജുംല ഇസ്മിയയിലെ മുബ്തദഉനും ഖബറും. ബാറക്കല്ലാഹു ഫീക്കും.